ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, എനിക്കും കുടുംബത്തിനൊക്കെ സുഖമാണ്, റാഹത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നൊരു വീഡിയോ എന്താ പറയുക, എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പം നമ്മളതായാലും നമ്മളെ സ്വഭാവത്തിൽ ഒരുപാട് അപാകതകളുണ്ടാവില്ലേ. അതിനായി നമുക്ക് എന്താ പറയുക, നമുക്കത് അറിയാൻ പറ്റില്ല. അറിയുന്നവരുണ്ടാവും, പക്ഷേ അതേപോലെ നമ്മുടെ ഭർത്താക്കന്മാർക്കായാലും മക്കൾക്കായാലും നമ്മുടെ മാതാപിതാക്കൾക്കായാലും നമ്മുടെ അയൽവാസികൾക്കായാലും ആർക്കാണെങ്കിലും സ്വഭാവ ദൂഷ്യം ഉണ്ടെങ്കിൽ ഈ ഒരു ദുആ നമ്മൾ പതിവാക്കണമല്ലോ. നമുക്ക് ഉറപ്പായിട്ടും ആർക്ക് വേണ്ടിയാണ് നമ്മൾ ആ ഒരു ദുആ ഓതുന്നത് വെച്ചാൽ ആ ഒരു നിയ്യത്ത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ദുആ ഓതുകയാണെന്നുണ്ടല്ലോ, ഭയങ്കര ഫലാട്ടോ. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാ വസക്കഹ അൻത ഖൈറു മൻ സക്കഹ. ഈ ഒരു ദുആ ഇല്ലേ നമ്മൾ ഓതുകയാണെങ്കിലുണ്ടല്ലോ, ഇത് ഫുള്ളും ഏതെങ്കിലും നിസ്കാരത്തിന് ശേഷം, ഞാൻ പറയുമ്പോൾ എന്താ പറയുക, ഞാൻ എല്ലാ നിസ്കാരത്തിന് ശേഷം 3 തവണ ഓതാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാറിയോ, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇത് പഠിച്ചെടുക്കാൻ കുറച്ചൊരു പ്രയാസം ഉണ്ടാവും. പിന്നെ അതിനെ പഠിച്ചെടുത്താൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സലാം പറ്റി നമ്മൾ അദ്കാറുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് ഓട്ടോമാറ്റിക്കായി നമുക്ക് വരും. അപ്പം നിങ്ങൾക്ക് മക്കളുടെ ഭർത്താവിൻ്റെ ആണെങ്കിലും മനസ്സിൽ പല ദൂഷ്യങ്ങളുണ്ടാവുമല്ലോ. മനസ്സ് മാറിക്കിട്ടാനും മനസ്സ് നന്നാവാനും മനസ്സ് എന്താ പറയുക, നല്ലൊരു റാഹത്തായ മനസ്സിനുടമയാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ദുആ, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കഹ അൻത ഖൈറു മൻ സക്കഹ അൻത വലിയ വമൗല അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, ഇത് നിങ്ങൾ എന്ത് ചെയ്യാറിയോ എല്ലാ നിസ്കാരത്തിന് ശേഷം 3 തവണ ഓതാൻ പറ്റി അത്രയും നല്ലതാട്ടോ. ഉറപ്പായിട്ടും നിങ്ങൾ ആരെ സ്വഭാവം നന്നാവാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ ഒരു ദുആ ഓതുന്നത്, ഉറപ്പായിട്ടും അയാളുടെ സ്വഭാവത്തിലേക്ക് മാറ്റം വരും. നിങ്ങളോട് സ്നേഹം ഉണ്ടാവും. നിങ്ങളെ ഉദ്ദേശമായിരിക്കും, നിങ്ങളെ ഉദ്ദേശം പോലെ ഇരിക്കട്ടെ. നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ച് ഓതുന്നത് ആ ഉദ്ദേശം അള്ളാഹു സഫലീകരിച്ച് തരും. നമ്മുടെ സ്വഭാവദോഷം നന്നാവാൻ വേണ്ടിയിട്ട് നമ്മുടെ മക്കളിലെ ഇപ്പോഴത്തെ കാലഘട്ടമാണ്, പല രീതിയിൽ നമ്മുടെ മക്കൾ പോകുന്നുണ്ടല്ലേ. അപ്പം നമ്മളെ മക്കളെ നമുക്കറിയാൻ പറ്റും. നമ്മളെ വിട്ട് നമ്മുടെ മക്കൾ പോവില്ല. മനസ്സ് നന്നായി കിട്ടാനും സ്വഭാവദോഷം ഉണ്ടെങ്കിൽ സ്വഭാവദോഷം മാറിക്കിട്ടാനും, അതുപോലെ എന്താ പറയുക, നമ്മുടെ മാതാപിതാക്കളോടും കുടുംബത്തോടും സഹോദരങ്ങളോടും സ്നേഹമുള്ള മക്കളായി തീരാനും, ഭാര്യനോടും മക്കളോടും സ്നേഹമുള്ള ഭർത്താവായി തീരാനും, അതേപോലെ ഭർത്താവിനോടും ഭാര്യയോടും സ്നേഹമുള്ള ഭാര്യയായി തീരാനും, പിന്നെ നല്ലൊരു ഉമ്മയായി തീരാനൊക്കെ നമ്മൾ എന്തൊക്കെ ഒരു ദുആ, ആർക്ക് വേണ്ടിയാണ് നമ്മൾ ഓതുന്നവരെ മനസ്സിലോർത്ത് ഈ ഒരു ദുആ നമ്മൾ ഓതുകയാണെങ്കിലോ ഉറപ്പായിട്ട് എനിക്ക് അനുഭവമുള്ളതാണ്, എനിക്ക് ഫലം കിട്ടിയതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പല ആളുകൾക്കും പല സ്വഭാവദൂഷ്യങ്ങളുണ്ടാവില്ലേ, അതെല്ലാം മാറിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാറ്, ഇത് ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങളൊന്ന് ഓതി നോക്കി നോക്ക്. ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് തന്നെ മാറ്റം കിട്ടും. നിങ്ങളോട് മിണ്ടാത്ത ഭർത്താവാണെങ്കിൽ നിങ്ങളോട് മിണ്ടി തുടങ്ങും. മക്കളാണെങ്കിലും എല്ലാവർക്കും ഇപ്പോൾ ഫോൺ കിട്ടിയാൽ മതിയല്ലേ. അതിനൊക്കെ ഉള്ള ഒരു എന്താ പറയുക, ഫോണിന് അഡിക്ഷനായി ഇതൊക്കെ ജീവിക്കുന്ന മക്കളുണ്ടെങ്കിൽ അതിനും നല്ലതാണ്. ഇൻഷാ നിങ്ങളത് ഉപകരിക്കുക കേട്ടോ. ഇത് ഒരുപാട് പേർക്ക് ഉപകാരമുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് തോന്നി നിങ്ങൾ അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ഇടുക. അതേപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യുന്ന വീഡിയോസാണ് പെട്ടെന്ന് യൂട്യൂബ് മറ്റുള്ളവർക്കും കൂടെ എത്തിക്കുന്ന പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഉപകാരം നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പം നമ്മളെക്കൊണ്ട് പറ്റുന്ന എന്താ പറയുക, നന്മ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്താൽ നമുക്ക് വല്ലാത്ത പ്രതിഫലം കിട്ടും. അപ്പോൾ അതുപോലെ എന്താ പറയുക, നമ്മൾ ആരോടും ദേഷ്യമില്ലാതെ വെറുപ്പില്ലാതെ പകയില്ലാതെ നല്ലൊരു മനസ്സിൻ്റെ ഉടമയായി ജീവിക്കുക. മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുക സഹായിക്കുക, ഉപദ്രവിക്കാതിരിക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.